പക്ഷേ ആസ് എ ഡോക്ടർ സുഖചികിത്സ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സുഖചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പാക്കേജസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഒരാൾ വന്നാൽ, രോഗിയായിട്ടുള്ള ഒരാൾ വന്നാൽ ഞാൻ ഒരിക്കലും ഒരു പാക്കേജ് കൊടുക്കാൻ സമ്മതിക്കാറില്ല. അവരുടെ രോഗം എന്താണ്, അതിന് എന്തൊക്കെ വേണം, അത് ഇത്ര ദിവസത്തെ ചികിത്സ, ഇന്ന ചികിത്സ എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഒട്ടുമിക്കപ്പെട്ട രോഗങ്ങളും ഒന്നുകിൽ വാതപിത്ത കഫത്തിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ വാദം പിത്തം ഓരോന്നായിട്ട് കോപിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽസിയാണ്. അതിൻ്റെ നോർമൽസി ആണെങ്കിൽ രോഗമില്ലായ്മയും, ഇതിലേതെങ്കിലും നോർമൽസി ഇല്ലാതെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ രോഗവുമാണ്. നമുക്ക് കർക്കിടക ചികിത്സ ആരോഗ്യമുള്ള ഒരാൾക്ക് മറ്റ് അത്രയും കാഠിന്യമായ ചികിത്സകളല്ല. അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് ചികിത്സകൾ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സാധിക്കും. അവൈഡിങ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ സാധിക്കും. ഇതൊരു ശോധനാ ചികിത്സ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ചികിത്സകളാണ് ഈ പറയുന്ന പഞ്ചകർമ്മം. ഒട്ടുമിക്ക ആയുർവേദ സെൻറ്റേഴ്സിലും ഫുൾ ഫ്ലെഡ്ജ് ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നുണ്ടാവും, ബാക്കി സെൻറ്റേഴ്സിലും പഞ്ചകർമ്മം ചെയ്യുന്നില്ല. പഞ്ചകർമ്മം എന്ന പേരിൽ കുറച്ച് മാസേജും കിഴിയൊക്കെയാണ് ചെയ്യുന്നത്. മലയാള മാസത്തിൽ ആരോഗ്യപരമായി ഏറെ പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം. മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ദഹനശേഷി, ഭക്ഷണക്രമം എന്നിവയിലൊക്കെ ഒരു ധാരണ വേണമെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ, അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നിവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം ആയുർ അവനി ഹോസ്പിറ്റലിലെ ആയുർവേദ ഡോക്ടർ രഞ്ജിത്താണ്. നമസ്കാരം സർ, മംഗളം ടി.വിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. ഇപ്പോൾ കർക്കിടക മാസം ആയി. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കർക്കിടക മാസത്തിൽ ഒരുപാട് അസുഖങ്ങൾ വരും, നമ്മൾ സെൽഫ് കെയർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം, ഒരുപാട് അസുഖങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അപ്പോൾ കർക്കിടക മാസം എന്തുകൊണ്ടാണ് ബാക്കിയുള്ള മാസത്തിനെ അപേക്ഷിച്ച് ആരോഗ്യത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും? മുമ്പ് കാലങ്ങളിൽ നിന്ന് വന്നുപെട്ട ഒരു പേടിയായിരിക്കാം. സാധാരണ കർക്കിടക മാസത്തിൽ എല്ലാ ജീവികൾക്കും, അത് ചെടികൾക്കാണെങ്കിലും നമുക്ക് മുരിങ്ങയിലേക്ക് കയ്പ്പ് ആവുന്നത് അറിയാം, അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ശരീരബലം കുറയുന്ന മാസമാണ് കർക്കിടകം. അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് തന്നെയാണ്. ക്ലൈമറ്റ് അല്ലെങ്കിൽ സ്റ്റാർസ് പറയാം. അങ്ങനെ ആ റീസൺസ് കൊണ്ടാണ് നമുക്ക് രോഗങ്ങളിലെ ശരീരബലം കുറഞ്ഞിരിക്കുക. സ്വാഭാവികമായിട്ടും ശരീരബലം കുറഞ്ഞിരിക്കുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ആൾക്കാർ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് കർക്കിടക കഞ്ഞി. ഒരുപാട് സസ്യങ്ങളൊക്കെ ചേർത്ത് ഒരു ഔഷധം തന്നെയാണല്ലേ. അപ്പോൾ അങ്ങാടി കടകളിലൊക്കെ സുലഭമായിട്ട് ആൾക്കാർക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? കർക്കിടക കഞ്ഞി ഒന്നുമില്ല, പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് റൈസ് എന്നുള്ളതാണ്. ഞവരയരി, കുറച്ച് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു റൈസാണ്, അതാണ് അതിൻ്റെ മെയിൻ. പിന്നെ കർക്കിടക കഞ്ഞി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല കിറ്റ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്, പല കാര്യങ്ങളും. അതിന് ബേസിക്കലി പറഞ്ഞ ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഫയറിൻ്റെ വർദ്ധിപ്പിക്കുന്നതും, പിന്നെ പല രീതിയിലുള്ള രോഗപ്രതിരോധ ഗുണങ്ങളുള്ള ചില ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മുൻപ് ഞാൻ പറഞ്ഞത് നമ്മുടെ ട്രഡീഷണലായിട്ട് തന്നെ നമ്മുടെ പൂർവികർ ഈ മാസം കഴിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഔഷധ വീര്യമുള്ള കഞ്ഞിയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒരുപാട് അവൈറ്റിംഗ് ഡിസോർഡേഴ്സിനെ തടയാനാണെങ്കിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കർക്കിടക മാസത്തിൽ വന്നുപെടാനുള്ള രോഗങ്ങളെ മാറ്റാനുള്ള സഹായകരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കുന്നത്. ഇപ്പോൾ ഈ ആയുർവേദത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാത പിത്ത കഫദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുള്ളത്. ആയുർവേദം അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർക്കിടക കഞ്ഞി പറഞ്ഞാൽ അതൊരു ആയുർവേദിക് ട്രഡീഷനാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ. നമുക്ക് ബാക്കി മെഡിസിൻസിലൊക്കെ യൂഷ്വലി ഒരു രോഗം വന്നാൽ ചികിത്സിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമാണ് ആയുർവേദത്തിൽ പ്രിവെൻഷൻ. ആയുർവേദത്തിൽ ആദ്യം പറയുന്നത് ഒരു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ അതുപോലെ വാതപിത്ത കഫത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദ സയൻസിൻ്റെ ബേസിക്സ്, ഒരു ബോഡി കോൺസിസ്റ്റൻസിൻ്റെ ബേസിക്സ് എന്ന് പറയുമ്പോൾ വാതപിത്ത കഫമാണ്. ഈ വാതപിത്ത കഫം നോർമലാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഫങ്ഷൻസ് നല്ല രീതിയിൽ ബോഡിയിൽ ചെയ്യുന്നു. എന്നാൽ ഇതിനെ വീഷിയേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ രീതി മാറുമ്പോൾ അതും ദൂഷ്യമായി മാറും, അല്ലെങ്കിൽ കുറച്ച് ദൂഷ്യവശത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ അത് നമുക്ക് ബാക്കി ബോഡിയിലുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ബേസിക്സ്. ഒരു കോമൺ മാന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ പറ്റുന്നൊരു ബേസിക്സ് അതാണ്. അപ്പോൾ നമ്മുടെ ഒട്ടുമിക്കപ്പെട്ട രോഗങ്ങളും ഒന്നുകിൽ വാതപിത്ത കഫത്തിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ വാദം പിത്തം ഓരോന്നായിട്ട് കോപിക്കുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോർമൽസിയാണ്. അതിൻ്റെ നോർമൽസി ആണെങ്കിൽ രോഗമില്ലായ്മയും, ഇതിലേതെങ്കിലും നോർമൽസി ഇല്ലാതെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ രോഗവുമാണ്. ബേസിക്കലി ചികിത്സ കൊണ്ട് അത് വാതപിത്ത കഫത്തിൻ്റെ നോർമൽസി ഉണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക്സ്. അതാണ് ഈ വാതപിത്ത കഫം എപ്പോഴും നമ്മൾ രോഗത്തെക്കുറിച്ചാണെങ്കിലും ശരീരത്തെക്കുറിച്ചാണെങ്കിലും പറയുമ്പോൾ കേൾക്കുന്നത്.
ഈ ആയുർവേദ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് പഞ്ചകർമ്മം എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു പഞ്ചകർമ്മ ചികിത്സാ രീതി എന്ന് പറയുന്നത്? പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. നമ്മൾ ഇറങ്ങി നടന്നാൽ ഹോസ്പിറ്റൽസിന് മുമ്പിലാണെങ്കിലും ചെറിയ ചെറിയ ക്ലിനിക്കുകളുടെ മുമ്പിലാണെങ്കിലും സെൻറ്റേഴ്സിന് മുമ്പിലാണെങ്കിലും ഒക്കെ പഞ്ചകർമ്മം എന്ന് എഴുതി വയ്ക്കാറുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ 90% സെൻറ്റേഴ്സിലും പഞ്ചകർമ്മം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നടക്കുന്നതെല്ലാം ഈ പഞ്ചകർമ്മ തെറാപ്പീസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേറ്ററി തെറാപ്പീസാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുള്ള സാധാരണ ഇപ്പോൾ അഭ്യംഗം, കിഴി, പിഴിച്ചിൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ പലതും നമ്മുടെ പഞ്ചകർമ്മത്തിന് മുമ്പുള്ള പ്രിപ്പറേറ്ററി തെറാപ്പീസാണ്. പഞ്ചകർമ്മം എന്ന് പറയുന്നത് വമനം, വിരേചനം, വസ്തി, രക്തമോഷണം, നസ്യം, ഇത് 5 എണ്ണമാണ്. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യവും കോംപ്ലിക്കേഷൻസും ഉണ്ട്. നമുക്ക് പഞ്ചകർമ്മം ചെയ്യണമെങ്കിലും കറക്റ്റ് അതിൻ്റെ പ്രിക്കോഷൻസ് ഉള്ള അങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറും ബാക്കി സപ്പോർട്ട് സ്റ്റാഫും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ വമനം എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഓഫ് ഇൻഡ്യൂസ്ഡ് വൊമിറ്റിംഗ് ആണ്. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 10 ഡേയ്സിൽ കൂടുതൽ വേണം. 7 ദിവസത്തോളം സ്നേഹപാനം എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ബോഡി ഒരുക്കി അതിൽ ഈ അഭ്യംഗമൊക്കെ ചിലത് പ്രിപ്പറേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യും. എന്നിട്ടാണ് അത് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ശോധനാ ചികിത്സ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ചികിത്സകളാണ് ഈ പറയുന്ന പഞ്ചകർമ്മം. ഒട്ടുമിക്ക ആയുർവേദ സെൻറ്റേഴ്സിലും ഫുൾ ഫ്ലെഡ്ജ് ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നുണ്ടാവും. ബാക്കി സെൻറ്റേഴ്സിലും പഞ്ചകർമ്മം ചെയ്യുന്നില്ല. പഞ്ചകർമ്മം എന്ന പേരിൽ കുറച്ച് മാസേജും കിഴിയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ലോങ് പ്രോസസ് ആണല്ലേ പഞ്ചകർമ്മം? തീർച്ചയായിട്ടും. എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഈ പഞ്ചകർമ്മങ്ങൾ ഒരുമിച്ച് ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. ചില പഞ്ചകർമ്മങ്ങൾ വമനം ചിലർക്ക് ബോഡി ഇൻഡിക്കേറ്റഡ് അല്ല, അവരെ രോഗത്തിന് ഇൻഡിക്കേറ്റഡ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ബോഡിക്ക് ഇൻഡിക്കേറ്റഡ് ഇല്ലാത്തവർ താങ്ങത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചും അത്യാവശ്യത്തിനും ചെയ്യേണ്ട തെറാപ്പീസാണ് പഞ്ചകർമ്മം. അതിൻ്റേതായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എഫക്ട്സും അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ ചെയ്തില്ലെങ്കിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പോൾ ആയുർവേദത്തിൽ മസാജ്, ബോഡി മസാജ് ഉണ്ട്, അങ്ങനത്തുള്ള ഒരുപാട് കാര്യം. അത് ഈ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ആൾക്ക് ചെയ്യേണ്ടതുണ്ടോ, അതോ എന്തെങ്കിലും അസുഖമുള്ളവർക്ക് മാത്രം ചെയ്യുന്നവർ? ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് ഈ ബോഡി മസാജ്, കിഴി, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പം നോർമലായിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യേണ്ടത് ഒരു രോഗിക്കാണ്. പക്ഷേ വെൽനസ് പാക്കേജസ് എന്ന് പറഞ്ഞാൽ കർക്കിടക ഇപ്പം എൻ്റെ ഹോസ്പിറ്റൽ ആയുർവേദി മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ നമുക്ക് കർക്കിടക പാക്കേജസ് ഉണ്ട്. നമ്മുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി ഓരോ സ്പെഷ്യാലിറ്റിയിലും അതത് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ്, ഗൈനക്കിന് ആയുർവേദ ഗൈനക് ഡോക്ടർ നോക്കുക, ജനറൽ മെഡിസിൻ ആണെങ്കിൽ കായ ചികിത്സ അത് ഡോക്ടർ നോക്കുക, അതേതോ ഡോക്ടർ നോക്കുക, അങ്ങനെ അതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി. ഞാൻ അടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ പോലും നമുക്ക് എന്തുകൊണ്ട് കർക്കിടക ചികിത്സ എന്ന് ചോദിച്ചാൽ, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് പൂർണ്ണ ആരോഗ്യവാന്മാർ പോലും ചികിത്സ ചെയ്യുന്ന മാസമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ശരീരബലമില്ലായ്മ, അവൈറ്റിങ് ആ മാസത്തിൽ വരുന്ന ഡിസോർഡേഴ്സ്. അപ്പോൾ നമുക്ക് കർക്കിടക ചികിത്സ ആരോഗ്യമുള്ള ഒരാൾക്ക് മറ്റ് അത്രയും കാഠിന്യമായ ചികിത്സകളല്ല, അവരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് ചികിത്സകൾ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സാധിക്കും. അവൈറ്റിംഗ് ആയിട്ടുള്ള ഡിസോർഡേഴ്സിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ സാധിക്കും. പല ആൾക്കാരും ഉണ്ട്, നമ്മൾ ഈ മെഷീനൊക്കെ സർവീസ് ചെയ്യുന്ന പോലെ വർഷത്തിലൊരിക്കൽ ഒരു 15 ദിവസം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്ക് അവരെ കണ്ടുവരുന്ന നമുക്ക് റെഗുലറായിട്ട് എല്ലാ വർഷവും വരുന്നവരുണ്ട്. അവരൊക്കെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഏജിലൊക്കെ 50s ഒക്കെ ആയാലും അല്ലെങ്കിൽ 60s ഒക്കെ ആയാലും സാധാരണ ആ ഏജിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കാണുന്ന പല ഡിസോർഡേഴ്സും അവർ കാണുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം. ഒരു ആരോഗ്യ ഒരാളൊരു കർക്കിടക ചികിത്സയോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ആയുർവേദ ചികിത്സ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പ്രിവെൻഷൻ ആസ്പെക്റ്റാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് സ്പേസിലാണെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ലോങ് ടേം ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഈ ആയുർവേദത്തിൽ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും ചികിത്സിച്ച് മാറ്റാനായിട്ട് പറ്റും? രോഗം അനുസരിച്ചാണ്. അതായത് ഇപ്പം ഇരുന്നുള്ള ജോലി അല്ലെങ്കിൽ നമുക്കൊരു IT കമ്പ്യൂട്ടർ ബേസ്ഡ് ജോലി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പാർട്ടിക്കൽ സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെയാണ്. ഇന്ന് അങ്ങനെയല്ല. എല്ലാ ജോബ്സിലും നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ കടന്നു വന്നതോടെ ഇരുന്നുകൊണ്ടുള്ള ജോലി വളരെ കൂടുതലാണ്. അവർക്ക് പലതരം രോഗങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ പെട്ടെന്ന് എടുത്ത് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ, നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന IVDP, ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്ക് ബൾജസ് എന്ന് കേട്ടിട്ടുണ്ട്, യൂഷ്വലി കേട്ടിട്ടുണ്ടാവും, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് പറഞ്ഞ പോലുള്ള സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ലംബാർ സ്പോണ്ടിലോസിസ്, ഇങ്ങനെയുള്ള രോഗങ്ങൾ. അതായത് ഇതൊക്കെ കുറിച്ച് പോസ്ചർ കൊണ്ടുവരുന്ന രോഗം. അത് ഇരിപ്പ് എന്നുള്ള പോസ്ചർ ആവാം, ഇംപ്രോപ്പറായിട്ടുള്ള സ്ലീപ്പിംഗ് പോസ്ചർ കൊണ്ടും ആവാം. അപ്പോൾ പോസ്ചർ കൊണ്ട് വരുന്ന രോഗങ്ങൾ ചികിത്സിക്കാൻ മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവെന്ന് പറഞ്ഞാൽ അത് എന്ത് രോഗമാണ്, എത്ര അതിന് ക്രോണിസിറ്റി ഉണ്ട്, അതായത് എത്ര കാലമായി,
ബോഡി നേച്ചർ, ബോഡിയുടെ ശരീരബലവും കാര്യങ്ങളൊക്കെ എത്രയാണ്, അതനുസരിച്ചാണ് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ധാരാളം രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു നല്ല ഡിസ്ക് ബൾജ് കേസ് വന്നു, അത് ആൾറെഡി ഒരു 10 വർഷത്തോളം പഴക്കമായി, പലരും കൊണ്ടു കിടക്കും, ജസ്റ്റ് പോയി പെയിൻ കില്ലർ വാങ്ങി കഴിക്കും, ഇത് കൊണ്ടങ്ങ് നടക്കും. വളരെ പഴക്കമൊക്കെ വന്നു, ബോണൊക്കെ സ്കോളിയോസിസ് പോലെ വളവൊക്കെ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനൊരു 70% 80% റിസൾട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, 100% ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. അപ്പം വളരെ ഏർലി ആയിട്ട് പ്രോപ്പർ കെയർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഈ വെരിക്കോസ് പോലത്തുള്ള കാലിനുള്ള അസുഖങ്ങൾ അതിന് എന്തെങ്കിലും ചികിത്സയുണ്ടോ ആയുർവേദം? വെരിക്കോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരിക്കോസിന് ഏകദേശം ഓൾമോസ്റ്റ് 3 സ്റ്റേജാണ്. വെരിക്കോസ് ആദ്യം വെരിക്കോസ് വെയിൻസ് നമുക്ക് ബൾജസ് ആയിട്ട് വരും, അത് കഴിയുമ്പോൾ ഒരു വെരിക്കോസ് എക്സിമ, അതായത് സ്കിന്നിനൊക്കെ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ അടുത്ത കോംപ്ലിക്കേഷനാണ്, ഒരു കാലൊക്കെ കറുത്തിരിക്കുന്നത് കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വെരിക്കോസ് അൾസർ എന്നുള്ള സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഇനിഷ്യലി ആദ്യത്തെ തന്നെ ബൾജസ് ചെറുതായിട്ട് വരുവാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. നന്നായിട്ടൊക്കെ ബൾജ് ചെയ്ത് അത് അറിയാമല്ലോ, ഒബ്വിയസ്ലി കാലിലെന്നുള്ള അല്ലെങ്കിൽ ലോവർ എക്സ്ട്രീമിറ്റീസിലെന്നുള്ള വാൾ കംപ്ലയിൻസ് കൊണ്ടുള്ള ബ്ലഡ് സർക്കുലേഷനിൽ വരുന്ന ഇഷ്യൂ വെച്ചിട്ടാണ് അത് വരുന്നത്. ഓരോ ബൾജൊക്കെ ആണെങ്കിൽ നമുക്ക് സിംറ്റംസ് ഒക്കെ മാറ്റാൻ പറ്റും, പക്ഷേ ബൾജസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല. പക്ഷേ മേക്ക് ഷുവർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അടുത്ത എക്സിമയിലോട്ടോ അടുത്ത സ്റ്റേജിലോട്ടോ പോവാതിരിക്കാൻ നമുക്ക് ഷുവറായിട്ട് തടുത്ത് നിർത്താൻ പറ്റും. അപ്പം ഇതിൻ്റെ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്കതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഈ ആയുർവേദത്തിൽ ഉറക്കം എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഈ കർക്കിടക മാസത്തിൽ ഇപ്പോൾ ഇന്ന സമയത്ത് ഉറങ്ങണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എണീക്കണം, രാവിലെ എണീക്കണം, അങ്ങനത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ കർക്കിടക മാസത്തിൽ നിന്നുള്ള പ്രത്യേകിച്ച് വലിയ ഒബ്വിയസ്ലി ഒരു വീക്കായിട്ടുള്ള മാസം, അത് ശരീരം വീക്കായിട്ടുള്ള മാസമാണെങ്കിൽ റെസ്റ്റ് കുറച്ചുകൂടെ വേണം. എന്നതിനപ്പുറം കർക്കിടക മാസത്തിലേക്ക് പ്രത്യേകിച്ച് ഉറക്കത്തിനുള്ള പ്രാധാന്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയുർവേദിക് എന്ന് പറയുന്നത് ആയുർവേദം എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് സയൻസ് ആയത് കാരണം നമ്മുടെ പുസ്തകങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ പറയുന്നത് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഈ ശരീരത്തിൻ്റെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉറക്കത്തിലാണ് ബേസ്ഡ്. സ്ലീപ്പ് പ്രോപ്പറായിട്ട് 3/1 ഡേയുടെ 3/1 ഭാഗം ഉറങ്ങാൻ സാധിച്ചാൽ തന്നെ സെൽഫ് ഹീലിംഗ്, ബോഡിയുടെ സെൽഫ് ഹീലിംഗ് ഉണ്ടാവും. നമുക്ക് കാണുന്ന ഒരുവിധപ്പെട്ട രോഗങ്ങളൊക്കെ അത് സെൽഫ് തന്നെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ടാവും. അപ്പോൾ ഉറക്കത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഒബ്വിയസ്ലി ഈ കർക്കിടക മാസത്തിൽ കുറച്ചുകൂടെ പ്രശ്നങ്ങളുള്ള മാസം, അല്ലെങ്കിൽ സീസൺ നമുക്ക് എഗെയിൻസ്റ്റാണ്, നമ്മുടെ ബോഡി നമുക്ക് എഗെയിൻസ്റ്റാണ്. അതുകൊണ്ട് നന്നായിട്ട് കുറച്ചുകൂടെ ഉറക്കം എക്സ്ട്രാ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രയോജനം കിട്ടും. ഈ ആയുർവേദത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് സുഖചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സയും സുഖകരമല്ല. നമ്മൾ ഈ പറഞ്ഞ് അങ്ങനെയൊക്കെ ആക്കുന്നതാണ്. അതായത് ഒരു കാലം കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ആയുർവേദം വന്നപ്പോൾ ആയുർവേദത്തിന് വളരെ ഒരു ചികിത്സാ സമ്പ്രദായം എന്നതിൽ നിന്ന് വിട്ട്, അത് തീർച്ചയായിട്ടും ഇന്നും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കമേഴ്ഷ്യലൈസേഷൻ വന്നപ്പോൾ വളരെ എളുപ്പം ഇതിനെ മാർക്കറ്റ് ചെയ്ത് ടൂറിസ്റ്റ് സെൻറ്ററുകളിലും അവിടെ ഇവിടെയൊക്കെ ഇത് തുടങ്ങി, വിദേശികളൊക്കെ വന്ന് ചികിത്സ തുടങ്ങിയ സമയത്താണ് ഇതിന് സുഖചികിത്സ എന്നുള്ളൊരു പേര് കിട്ടിയത്. നമുക്ക് വേണമെങ്കിൽ പറയാം ചില ട്രീറ്റ്മെൻറ്റ്സ് അതിങ്ങനെ അഭ്യംഗം അല്ലെങ്കിൽ കിഴി അല്ലെങ്കിൽ ജലധാര പോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ സുഖം, അതുകൊണ്ട് നമുക്ക് ആ സുഖചികിത്സ എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ആസ് എ ഡോക്ടർ സുഖചികിത്സ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം സുഖചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പാക്കേജസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഒരാൾ വന്നാൽ, രോഗിയായിട്ടുള്ള ഒരാൾ വന്നാൽ ഞാൻ ഒരിക്കലും ഒരു പാക്കേജ് കൊടുക്കാൻ സമ്മതിക്കാറില്ല. അവരുടെ രോഗം എന്താണ്, അതിന് എന്തൊക്കെ വേണം, അത് ഇത്ര ദിവസത്തെ ചികിത്സ, ഇന്ന ചികിത്സ എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഈ കർക്കിടക ചികിത്സയിൽ ആരോഗ്യമുള്ള ഒരാൾ വന്നു, എനിക്ക് ഒരാഴ്ച സമയമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് 2 ആഴ്ച സമയമുള്ളൂ, നമുക്ക് അവരുടെ ബോഡി നേച്ചർ അനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഈ സുഖചികിത്സ എന്ന പേരിൽ 5 ചികിത്സ ദിവസവും ചെയ്യുകയും അതെല്ലാം പലതും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചികിത്സയാണ്. ഈ വരുന്ന ആൾക്കാർ എവിടെ നിന്നൊക്കെ പേര് കേട്ടിട്ട് എനിക്ക് ഉദ്വർത്തനം ചെയ്യണം, അപ്പോൾ എങ്ങനെ ചെയ്യണം, ഇത് രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചികിത്സകളാണ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അവരുടെ ശരീരത്തിൽ ചെയ്യും, അത് ശരീരത്തിൽ എന്തൊക്കെ ബാഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവരെ കാശ് വാങ്ങുകയും ചെയ്യുന്നതാണ് ഇന്ന് നടക്കുന്ന സുഖചികിത്സ. ആ രീതിയിലാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു രീതിയാണ്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ അവൈറ്റിംഗ് ഡിസോർഡേഴ്സിനെ തടയാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യം പ്രോപ്പറായിട്ടുള്ള ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ വെൽനസ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. കർക്കിടക മാസം പൊതുവെ മഴക്കാലമാണ്. മഴക്കാലത്ത് ഒരുപാട് അസുഖങ്ങൾ, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ജലദോഷം, സൈനസ് ഉള്ളവർക്ക് തലവേദന കൂടുതലുണ്ടാവും. അപ്പം ഈ ഇതൊക്കെ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ചികിത്സിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് പറ്റും? ഒരു രോഗവും വീട്ടിൽ ചികിത്സിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കിപ്പം ഇതൊക്കെ വീഡിയോസ് തുറന്ന് ഇൻസ്റ്റയോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീട്ടിൽ ചെയ്യുന്ന മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. എനിക്ക് ധാരാളം പേഷ്യൻസ് വീട്ടിൽ ഇതൊക്കെ ചെയ്ത് കുഴപ്പമായിട്ട് വരുന്നവരുണ്ട്. നമുക്ക് യൂഷ്വലി ഉപയോഗിക്കുന്ന കുറേ ഹാബിറ്റ്സ് ഉണ്ട്. നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ ബേസിക് ഹൈജീനിലേക്ക് ചൂടുവെള്ളമേ കുടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ആദ്യത്തെ മഴ നനയരുത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇഞ്ചിയൊക്കെ നല്ല ഡൈജഷൻ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഹാരത്തിലൊക്കെ, അതും ഒരുപാട് പേര് ഇപ്പോൾ ഇഞ്ചിയൊക്കെ എടുത്ത് ഡയറക്റ്റ് കഴിച്ച് കാണുന്നു, അതൊക്കെ അൾസറൊക്കെ ഉണ്ടാക്കാം. പ്രോപ്പറായിട്ട് ഡയറക്റ്റ് ഇൻഡൈജഷൻ പോലുള്ള സിറ്റുവേഷനിൽ കഴിക്കാം. ഗ്യാസ് ട്രബിൾസ് ഒക്കെ വരുമ്പോൾ അതെ, ചില
ഇൻഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഇൻഡൈജഷൻ പോലുള്ള സിറ്റുവേഷൻ അങ്ങനെയൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ ഹെൽത്തിയാന്ന് വെച്ചാൽ എന്നും ഇഞ്ചി പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ അൾസറൊക്കെ വരും. ഞാൻ പറഞ്ഞത് അതല്ല, നമ്മുടെ ഇഞ്ചി മഞ്ഞൾ പോലത്തെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ആഹാരത്തിൽ ചേർക്കുക, ഞാൻ പറഞ്ഞുള്ള ചൂടായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് ഇല്ലാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജലദോഷത്തിനൊക്കെ ചുക്ക് കാപ്പി പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. തുളസി ഇല പോലത്തേക്ക് ഉപയോഗിക്കാം, ഇങ്ങനെയുള്ള ബേസിക്സ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഇന്നൊക്കെ ധാരാളം വൈറൽ പനികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാം. ഈ ഇടയ്ക്ക് ഒരു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരു പനി മാസമായിരുന്നു. ആ പനിയൊക്കെ കാണുന്ന സാധാരണ നമ്മൾ വരുന്ന പേഷ്യൻസിന് കാണുന്ന സിംറ്റംസ് അല്ല കാണുന്നത്. ആ പനിക്കപ്പുറം പനി നീണ്ടു നിൽക്കുന്നു, അതിനപ്പുറം തന്നെ ക്ഷീണം, ഭയങ്കര ജോയിൻറ്റ് പെയിൻ, യങ്സ്റ്റേഴ്സിനുള്ളവർക്കൊക്കെ കാണുന്നു. അപ്പോൾ അതുപോലത്തുള്ള വൈറസസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബേസിക്സ് ഒക്കെ നമുക്ക് വളരെ കുറച്ച് സമയം പരീക്ഷിക്കുക, എന്നിട്ടൊരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും ശരി. അല്ലാതെ ഒരു വീട്ടിലെ വഴികൾ വെച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാം. വെള്ളം ധാരാളം കുടിക്കണമല്ലോ. വെള്ളത്തിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കുടിക്കുന്നത് അത് നല്ലതാണോ? എപ്പോഴും പ്ലെയിൻ വാട്ടർ തന്നെയാണ് ഹെൽത്തി. പ്ലെയിൻ വാട്ടർ നമുക്ക് തിളപ്പിച്ച് കുടിക്കാമെന്ന് പറയാം. അത് കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു ഹൈജീൻ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ വാട്ടറാണ്. പിന്നെ ഇത് ആകാശമഞ്ഞ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ന് കിട്ടുന്ന സ്ഥാനത്തുകൾ ആകാശമഞ്ഞൊക്കെ എത്രത്തോളം നല്ലതാണ്, അതിൽ അഡൾട്രേഷൻ ഉണ്ടോ, അതിൽ കളറൊക്കെ ചേരുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം പ്ലെയിൻ വാട്ടർ, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ വാട്ടർ തന്നെ. അല്ലാണ്ട് ഇപ്പോൾ തുളസി ഇല ഇട്ട് കഴിക്കുന്നവരുണ്ട്, ഏലക്ക, ഇഞ്ചി, അങ്ങനെയുള്ള വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നവരുണ്ട്. ഇതിൽ അവസാനം പറഞ്ഞ ഇഞ്ചി വെള്ളം എപ്പോഴും കുടിക്കരുത്. നമ്മൾ ആ കൊറോണ സമയത്ത് കുറച്ച് കുടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇഞ്ചി വിട്ട് വാട്ടർ പോട്ട് എപ്പോഴും കുടിച്ചുകൊണ്ടിരുന്ന അതിനനുസരിച്ചുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻഡൈജഷൻ പോലെയോ ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഗ്യാസ്ട്രൈറ്റിസ് അല്ല, ചില ഇഷ്യൂസ്, ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളപ്പോൾ കുറച്ച് കഴിക്കാന്നല്ലാതെ അതൊന്നും അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് സാറിനിപ്പോൾ എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഈ ഒരു മാസത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രിക്കോഷൻസ് എടുക്കണം, വളരെ ഇനിഷ്യലായി അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രിക്കോഷൻസ് ഉണ്ടോ? തീർച്ചയായും നമുക്ക് ഈ പറയുന്ന ഇന്നത്തെ കാലത്ത് പലതരം രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടും, പ്രത്യേകിച്ച് ഈ കർക്കിടക മാസം നമുക്കറിയാം നമ്മുടെ ശരീരവും വളരെ വീക്കായിരിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എക്സ്പോസ് ആവാതിരിക്കുക. പ്രധാനം നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം നമുക്ക് അല്ലാത്ത സമയങ്ങളിൽ രോഗം ഉണ്ടാക്കും, പക്ഷേ ഈ സമയത്ത് കൂടുതലായിട്ട്. പിന്നെ തണുപ്പുള്ള ഐസ്ക്രീംസ് പോലുള്ള കാര്യങ്ങൾ, ഫ്രോസൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള അതായത് ഫാസ്റ്റ് ഫുഡ്സ് കഴിയുന്നത് ഒഴിവാക്കുക. പ്രോപ്പറായിട്ട് വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് ചൂടായി കഴിക്കുന്ന രീതി ഒഴിവാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഫ്രഷായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, അത് കഴിയുന്നതും ഈ പറയുന്ന പോലെ തണുപ്പിച്ച് കുടിച്ചാൽ നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് യൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം, പിന്നെ ഈ മഴ പോലുള്ള ഇങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ഡയറക്റ്റ് മഴയിലൊക്കെ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മാസത്ത് വരുന്ന ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറ്റി നിർത്താം. ആയുർവേദത്തിൽ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ? ആയുർവേദ ഇൻഗ്രീഡിയൻ്റ് എന്തെങ്കിലും ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിൽ ഏറ്റവും എളുപ്പ വഴി കർക്കിടക കഞ്ഞി തന്നെയാണ്. അപ്പം നമുക്ക് ആ കർക്കിടക കഞ്ഞിയിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന, അത് ഡൈജഷൻ ആണെങ്കിലും രോഗപ്രതിരോധം ആണെങ്കിലും അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അതിലുണ്ട്. നമുക്ക് ഒരു നേരം കർക്കിടക കഞ്ഞിയാക്കാൻ പറ്റിയാൽ, ഇപ്പോൾ നൈറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഒരു നേരം കർക്കിടക കഞ്ഞിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വേണ്ടുന്നതൊക്കെ അതിൽ നിന്ന് കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, കഴിക്കുന്ന ഡ്യൂറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സമയത്തിനോ? കർക്കിടകം ഒരു മാസം നമുക്ക് ഈ മാസം മന്തിൻ്റെ ഹാഫ് തൊട്ട് അടുത്ത മാസത്തിൻ്റെ മന്ത് ഹാഫ് വരെയാണ് നമ്മുടെ യൂഷ്വൽ കർക്കിടകം. ആ ഒരു മാസവും കഴിക്കുക എന്നുള്ളതാണുള്ളത്. സമയം നമുക്ക് കർക്കിടക കഞ്ഞി കഴിക്കുന്നതിന് ടൈമിംഗ് ഒന്നുമില്ല. യൂഷ്വലി എപ്പോഴും ഡിന്നർ നേരത്തെ കഴിക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ഡിന്നർ നമ്മുടെ ഒരു ലേറ്റ് ഡിന്നേഴ്സ് നമ്മൾ ഒരുപാട് രോഗികളാക്കുന്നുണ്ട്. വളരെ നേരത്തെ ഒരു 7 എന്തെങ്കിലുമൊക്കെ ഡിന്നർ കഴിക്കാൻ പറ്റിയാൽ നല്ലതാണ്. ആ സമയത്ത് തന്നെ കർക്കിടക കഞ്ഞി കഴിക്കുക. ഡോക്ടർ വീട്ടിൽ എങ്ങനെ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ? ഒബ്വിയസ്ലി അത് കർക്കിടകം ആയതുകൊണ്ടൊന്നുമല്ല. എൻ്റെ വീട്ടിലെ ഡയറ്റ് ടൈം എന്ന് പറയുന്നത് നേരത്തെയാണ്. പണ്ട് മുതലേ ഞാനത് PG ക്കൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരു 5-6 മണി സമയത്താണ്. അതോടൊപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളാണെങ്കിലും എൻ്റെ വീട്ടിലൊരു 7 മണി കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ക്ലോസ്ഡ് ആണ്. അപ്പം ഡിന്നർ നേരത്തെ തന്നെയാണ്. അതിൻ്റെ മാസം അനുസരിച്ചല്ല പിന്നെ. അപ്പോൾ ഡിന്നർ നേരത്തെ ആക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലായതുകൊണ്ടും അത് അനുഭവിച്ചത് കൊണ്ടുമാണ് അത് വന്നത്. ഇപ്പോൾ കർക്കിടകം ആകുമ്പോൾ നമ്മൾ ആ ഒരു നേരം കർക്കിടക കഞ്ഞി കഴിക്കാറുണ്ട്. ഈവനിങ് ഒരു നേരം കർക്കിടക കഞ്ഞി കഴിക്കാറുണ്ട്. ഹോസ്പിറ്റൽ ക്യാൻറ്റീനാണെങ്കിലും അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസാണ് ഈ ഒരു മാസം സെർവ് ചെയ്യുന്നത് കർക്കിടക കഞ്ഞിയാണ്. ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഡോക്ടർ വളരെ ലളിതമായിട്ട് എൻ്റെ സംശയങ്ങൾക്കും വളരെ കൃത്യമായിട്ട് ഉത്തരം തന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ.